Hi, also welcome to Extend Learning. ഇപ്പോൾ നമ്മൾ പാരബോള എന്നുള്ള ചാപ്റ്ററിലെ ജെയ്മീൻസ് 2025 ജാനുവരിയിൽ ചോദിച്ചിട്ടുള്ള സെഷൻ 1 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. സോ പാരബോളനെ അറൌണ്ട് 10 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റൻ ശ്രദ്ധിക്കാം. 22 ഷിഫ്റ്റ് 1. ഓക്കെ, let the parabola y equal to x square plus px minus 3, okay, meet the coordinate axis at the points p, q, r. p, q, r എന്നുള്ള 3 പോയിന്റ്സിലായിക്കൊണ്ട് ഈ പാരബോള ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ്. സോ ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ടേം ആണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരാബോള, അത് 3 പോയിന്റ്സിൽ ഹിറ്റ് ചെയ്യാൻ ഇങ്ങനെ ആയിരിക്കും ഹിറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഏതാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പരാബോള എടുക്കാം. ഓക്കെ, ഇവര് പി ക്യു ആർ എന്നുള്ള 3 പോയിന്റ്സിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന് പി എന്ന് വിളിക്കാം, ഇതിന് ക്യൂ എന്ന് പേര് കൊടുക്കാം, ഇതിന് ആർ എന്ന് പേര് കൊടുക്കാം. ഇഫ് ദ സർക്കിൾ വിത്ത് സെന്റർ 1 -1, 1, സോ -1, 1 എന്നുള്ളൊരു പോയിന്റ് ഏതാണ്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് 3 പി ക്യൂ ആറിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇങ്ങനൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് വരക്കാം. ഓക്കെ, സോ ഇത് പി ക്യൂ ആർ, -1, 1 എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ 3 പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ക്യു ആറിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന് ഡയറക്ട്ലി ക്യൂവിൻ്റെ വാല്യൂസ് ഇതിന് നേരെ കണ്ടുപിടിക്കാം. നമുക്ക് എക്സിന് 0 കൊടുത്താൽ മതി, അപ്പോൾ y = -3 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇത് 0, -3 ആണ്. ഓക്കെ, ക്യൂ എന്നുള്ള പോയിന്റ് ഇവിടെ വരാൻ പോകുന്നത് -3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുത്താൽ മതി. സോ റേഡിയസ് ഇക്വൽ ടു എന്താ വരാൻ പോകുന്നത്? യെസ്, റേഡിയസ് വരാൻ പോകുന്നു √(-1 to 1 square plus -3 to -3 2 square), അതായത് 5√5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത്? x - 1 whole square plus x + 1 whole square plus y + 1 whole square ഈക്വൽ ടു r², അതായത് 5 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കിൾ പിയും ക്യൂയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈൻ്റെ വാല്യൂ 0 കൊടുത്താൽ മതി. സോ വൈൻ്റെ വാല്യൂ 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x + 1 whole square ഈക്വൽ ടു +1. വൈക്ക് 0 കൊടുത്താൽ അത് 1 ആയി മാറും, ഈക്വൽ 5. അതായത് x + 1 whole square ഈക്വൽ ടു 4 അഥവാ 2 square എന്ന് വരും. x ഈക്വൽ ടു -1 ± 2 എന്ന് വരും. അതായത് -3 വരാം ഓർ 1 വരാം. സോ ആറിൻ്റെ വാല്യൂ 1, 0 ആണ്. പിൻ്റെ വാല്യൂ എത്ര വരാം? -3, 0. ഇങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് ഇനി ബാക്കി ഭയങ്കര സിമ്പിളാണ്. പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഭയങ്കര സിമ്പിളാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അങ്ങ് എടുത്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് വരാൻ പോകുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അത് എത്ര വരും? 4 വരും. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എത്ര വരും? ഈ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത്. അത് 3 ആണെന്ന് നമുക്കറിയാം. സോ 2 ഇൻറ്റു 3 6 ആണ് റൈറ്റ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള 6 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let P 4,4 be a point on the parabola y square equal to 4x. ഓക്കെ, ഇങ്ങനെ ഒരു പരാബോള ഉണ്ട്. ഇതിൽ നമുക്ക് നേരെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടും. സോ 4√3 സ്ക്വയർ എന്ന് വെച്ചാൽ 16 ഇൻറ്റു 3 ഈക്വൽ ടു 4a ഇൻറ്റു എക്സ്. സോ എൻ്റെ വാല്യൂ ഇവിടെ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. യെസ്, ലെറ്റ് പി ക്യൂ ബി ദ ഫോക്കൽ കോഡ് ഓഫ് ദി പരാബോള. ഇതിന് ഫോക്കസ് വരാൻ പോകുന്നത് 3,0 ആണ്. a,0 അഥവാ 3,0 ആണ് നമുക്കറിയാം. സോ പി ക്യൂ എന്നുള്ള ഒരു ഫോക്കൽ കോഡ് ഉണ്ട്. ഓക്കെ, ഇത് പി, ഇത് ക്യൂ. Let if m and n are the foot of perpendicular drawn from p and q on the directrix on the parabola. സോ ഇതാണ് പരാബോളയുടെ ഡയറക്ട്രിക്സ് വരാൻ പോകുന്നത്. അത് നമുക്കറിയാം x = -a അഥവാ x = 3 x = -3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നിന്നുകൊണ്ട് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഉണ്ടെന്ന് നമുക്കറിയാം.
വേറെ കളർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഉണ്ട്, ഇങ്ങനെ ഒരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഉണ്ട്. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ്, എമ്മും എന്നും. പിന്റെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എം, ഇവിടെ എൻ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്വാഡ്രിലാറ്ററൽ പി ക്യു എം എന്നിന്റെ എന്താണ്, യെസ്, ഏരിയ. ഇതൊരു ട്രപ്പീസിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ചാൽ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. പിന്റെ വാല്യൂസ്, പി എന്നുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 4,4√3 ആണ്. 4,4√3. ഓക്കെ, പിന്റെ വാല്യൂ 4,4√3 ആണ്. ഇത് നമുക്ക് 80² 280 എന്നുള്ള വാല്യൂസ് വെച്ച് നോക്കിയാൽ 4 = 80². ഏതെന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ ടീൻ്റെ വാല്യൂ നമുക്ക് 2/√3 എന്ന് കിട്ടും. ഓക്കെ, ടീൻ്റെ വാല്യൂ 2/√3. നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഒരു ഫോക്കൽ കോഡിന് 2 എൻ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഫോക്കൽ കോഡിൻ്റെ ഒരു എൻ പോയിന്റ് T1 ആണ്, മറ്റേ എൻ പോയിന്റ് T2 ആണ്. അങ്ങനെയാണെങ്കിൽ T1 × T2 ചെയ്താൽ നമുക്ക് -1 കിട്ടും. ഇത് പരബോളയിലുള്ള എല്ലാ ഫോക്കൽ കോഡിനുള്ള ഒരു ഐഡന്റിറ്റി. സോ T1 T2 = -1 എന്ന് വെച്ചാൽ അടുത്ത പോയിന്റ് Q എന്നുള്ള പോയിന്റിന്റെ T വരാൻ പോകുന്നത് എന്തായിരിക്കും, അത് T2 ആയിരിക്കും, which is equal to -1/T1. T1ന്റെ വാല്യൂ ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ T2ന്റെ വാല്യൂ എന്താ വരിക, മൈനസ് ഓഫ് റെസിപ്രോക്കൽ -√3/2. ഇതാണ് T2 വരാൻ. സോ T2 ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Qന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. 80² 280. സോ 3T2², 2a എന്ന് വെച്ചാൽ 6 ആണ്, 6T2. എന്താ വരാൻ പോകുന്നത്, T2² ഇവിടെ ഇതിന്റെ സ്ക്വയർ ചെയ്താൽ 3/4 എന്ന് വരും. 3/4 × 3 ചെയ്താൽ നമുക്ക് 9/4 എന്ന് കിട്ടും. 6T2 ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -3√3 എന്ന് കിട്ടും. ഓക്കെ, സോ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് -9/4, -3√3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും അതിന്റെ കോർഡിനേറ്റ്സും സിമ്പിൾ ആണ്. എമ്മിന്റെ കോർഡിനേറ്റ്സ് -3,4√3 ആയിരിക്കും. എന്തുകൊണ്ട് 4√3 കിട്ടിയെന്ന് വെച്ചാൽ ഇതിന്റെ അതേ y കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെയും കിട്ടുക. അതുപോലെ ഇതിന്റെ y കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെയും കിട്ടുക. അതിന്റെ വാല്യൂ വരാൻ പോകുന്നത് -3,-3√3. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതൊരു ട്രപ്പീസിയാണെന്ന് നമുക്കറിയാം. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ½ h × a + b ആയിരിക്കും. ½ × h വരാൻ പോകുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, a വരാൻ പോകുന്ന ഇതാണ്, b വരാൻ പോകുന്ന ഇതാണ്. സോ ½ × h വരാൻ പോകുന്നത് അവരമ്മിലുള്ള ലെങ്ത് ആണ്, അത് 4√3-ഉം 3√3-ഉം തമ്മിലുള്ള ആഡ് ചെയ്താൽ മതി, 7√3 × a + b. a + b എന്താ വരിക, ഈ ഒരു ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത്. ഈ ഒരു ലെങ്ത് വരാൻ പോകുന്നത് 9/4 + 3 ആണ്. അതിനോട് നമുക്ക് എന്താ ആഡ് ചെയ്യാം, ഈ ഒരു ലെങ്ത് കൂടി ആഡ് ചെയ്യാം. ഈ ഒരു ലെങ്ത് എത്രയാണ്, 4 ന്ന് -3 വരെ 7 ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. എന്തിനാ ആൻസർ വരാൻ പോകുന്നത്, ഇത് 10 ആണ്. 10 + 9/4 ചെയ്താൽ നമുക്ക് 49/4 കിട്ടും. സോ 7√3 / 2 × 49/4. 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. സോ താഴെ 8 വരും, √3 വരും. 49 × 7 എന്ന് വെച്ചാൽ 7⁻³ ആണ്, അത് 343 ആണ്. സോ 4th ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വലിയൊരു ബുദ്ധിമുട്ടില്ല. ഈ സംഭവം അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, if the line 3x - 2y + 12 intersects the parabola 4y = 3x². ഇത് x² = 4ay എന്നുള്ള ഫോർമാറ്റിലുള്ളതാണ്. എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള ഒരു പരാബോളയാണ്. ഇങ്ങനെയുള്ള ഒരു പരാബോളയാണ് ഇത്. ഓക്കെ, സോ ഇതിലേക്ക് വേറെ ലൈൻ വന്നുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് 3x - 2y + 12. ഏതാണ്ട് ഒരു ലൈൻ അങ്ങ് വരച്ചത്. അതിൻ്റെ സ്ലോപ്പ് ഏതായാലും പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ വരച്ചത്. സോ ഇത് 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതാണ് A ആൻഡ് B. ഇത് A, ഇത് B. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള പോയിന്റും ഈ ബി എന്നുള്ള പോയിന്റും അറ്റ് ദ വേർട്ടെക്സ് ഓഫ് ദി പരബോള ലൈൻ സെഗ്മെന്റ് എ ബി സബ്റ്റൻഡ് ആൻ ആംഗിൾ. ഈ എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റ് ഇതിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം. എന്നാലും നമുക്കിത് നേരെ അങ്ങ് സോൾവ് ചെയ്യാം. സോ ഇവിടെ 3x പ്ലസ് 12 ഈക്വൽ 2y ഈക്വൽ ടു 3x പ്ലസ് 12 എന്ന് എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ 4y ഈക്വൽ ടു 6x പ്ലസ് 24 ആയിരിക്കും. ആ വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 6x പ്ലസ് 24 ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് കിട്ടും. ഫുള്ള് എക്സ് സ്ക്വയർ ഉണ്ട്, സോറി 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇവിടെ +1 ആഡ് ചെയ്തു, ഇവിടെ +1 ആഡ് ചെയ്തു. സോ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് 9 ആണ്, 9 എന്ന് വെച്ചാൽ 3 സ്ക്വയർ. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 3. ഓക്കെ, സോ അതിൻ്റെ വാല്യൂസ് ഒന്ന് -2 വരാം, അല്ലെങ്കിൽ 4 വരാം. സോ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ -2 വരാം, എൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഇവിടെ എഴുതുന്നത്, ഇവിടെ 4ഉം വരാം. ഓക്കെ, സോ ഇനി ഇവിടെ -2 വന്നാൽ നമുക്ക് അതിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും നോക്കാം. സോ ഇവിടെ -2 വന്നാൽ -2ൻ്റെ സ്ക്വയർ 4 ആകും. ഈ 4ഉം 4ഉം കട്ടായി പോകും, y-ൻ്റെ വാല്യൂ 3 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 4 വന്നാൽ, ഇവിടെ 4 വന്നാൽ 4 സ്ക്വയർ ആവും. 4 സ്ക്വയറും ഇവിടുത്തെ കട്ടായി പോകും. സോ y ഈക്വൽ ടു 3 × 4 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒറിജിൻ അല്ലെങ്കിൽ വെർട്ടെക്സിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, സോ ഇങ്ങനൊരു ഓക്കെ, ഇങ്ങനെ ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, സോ ഈ ലൈൻ്റെ ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് വരാൻ പോകുന്നത്, നമുക്കിതിനെ ഒരു O എന്നങ്ങ് വിളിക്കാം. ഇതോ ഒ എ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് വരാൻ പോകുന്നത് m = എന്താ വരാൻ പോകുന്നത്, -3/2. അതുപോലെ ഒ ബി എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് വരാൻ പോകുന്നത് എന്തായിരിക്കും, 12/4 അഥവാ 3 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് tan θ = m1 - m2 / 1 + m1 m2. ഇതങ്ങ് യൂസ് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ m1 - m2 എന്താ വരിക, 3 + 3/2 / 1 + എല്ലാം അവിടെ മൈനസ് വരിക, -3 × 3/2 9/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക, 3 × 2 3 × 2 അതിൻ്റെ മോഡുലസ് ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞായി. 3 × 2 + 3 9/2 / -7/2 എന്ന് വരും, അതായത് 9/7. മോഡുലസ് ഉണ്ട്, അപ്പോൾ 9/7 വരും. സോ tan θ = 9/7 വരികയാണെങ്കിൽ θ = tan ഇൻവേഴ്സ് 9/7 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ. എന്നൊക്കെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ലെറ്റ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം a, 0 to the parabola be 4. സോ ഇങ്ങനൊരു പരാബോള ഉണ്ട്, y² = 4x. ഓക്കെ, 4x എൻ്റെ വാല്യൂ 1 ആണ്. സോ a, 0 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, a എന്ന് മാത്രം മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് പരാബോളയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരാൻ പോകുന്ന 4 ആണ്. അങ്ങനെയെങ്കിൽ a എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ a, 0 ആൻഡ് ദി ഫോക്കസ് ഓഫ് ദ പരാബോള. ഫോക്കസ് ഓഫ് ദി പരാബോള വരാൻ പോകുന്ന 1, 0 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 1 എന്ന് മാത്രം മാർക്ക് ചെയ്യാം, 0 എന്ന് ഇട്ടേണ്ട ആവശ്യമില്ല. ഹാവിങ് ഇറ്റ് സെൻറ്റർ ഓൺ ദി ആക്സിസ് ഓഫ് ദി പരാബോള. സോ ഇവിടെ സെൻറ്റർ ഉണ്ട്, 1ലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, എയിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണെന്ന്, ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇതിൻ്റെ പരാബോളിൻ്റെ ഒരു പോയിന്റ് നമുക്ക് at² 2at എന്ന് വിളിക്കാം. എൻ്റെ വാല്യൂ 1 ആണ്. സോ t², 2t. ഇതാണ് പരാബോളയിലെ ഒരു പോയിന്റ്. ഈ പരാബോളയിലെ ഈ പോയിന്റും പിന്നെ a, 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് വെച്ചാൽ അത് ഡിസ്റ്റൻസ് = √t² - a² പ്ലസ് 2t - 0ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 4t². അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ഇതിൻ്റെ മാക്സിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി മിനിമം കണ്ടുപിടിക്കാൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ റൂട്ടിനെ ഒഴിവാക്കാൻ നേരത്തെ d² എടുക്കാൻ പോവാണ്, അതിനെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ പോകും.
സോ ഡി സ്ക്വയറിനെയാണ് നമ്മൾ ഡി ഓഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ടി, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഡി ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരാൻ പോകുന്നത്? സോ ഇതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, സോ 2 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് എ ഇൻറ്റു 2t പ്ലസ് ഇവിടെ 8t എന്ന് വരും. ഈക്വൽ ടു 0യിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഒന്നെങ്കിൽ ടി ഈക്വൽ ടു 0 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. സോ 4t കോമൺ എടുത്താൽ എന്ത് കിട്ടും? ടി സ്ക്വയർ മൈനസ് എ പ്ലസ് 2 എന്ന് കിട്ടും ഈക്വൽ ടു 0. അതായത് ഒന്നെങ്കിൽ ടി ഈക്വൽ ടു 0 എന്നുള്ള കേസ് ഉണ്ട്, അല്ലെങ്കിൽ ടി സ്ക്വയർ ഇസിക്കൽ ടു എ മൈനസ് 2 എന്നുള്ള കേസ് ഉണ്ട്. ഇങ്ങനത്തെ രണ്ട് കേസാണുള്ളത്. ഓക്കെ, ടി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ടി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് 2. ടി ഈക്വൽ ടു 0 കൊടുത്താൽ ടി ഈക്വൽ ടു 0 കൊടുത്താൽ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. ഓക്കെ, മൈനസ് എ സ്ക്വയർ. സോ ഇതിൻ്റെ വാല്യൂ 4 ആണെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ 4 ആയിരിക്കണം എന്നാണ് അതിന് മീനിങ്. എന്ന് വെച്ചാൽ 4,0 ആയിരിക്കും എ വരാൻ പോകുന്നത്. പക്ഷെ ഇത് 4,0 ആയിരിക്കും എ വരാൻ പോകുന്നത്. എന്നാലും ഇതിൻ്റെ ഡിൻ്റെ വാല്യൂ 4 ആവാൻ പറ്റില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഇത് 4 ആണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എ 4 വരില്ല. കാരണം 4 വന്നാൽ അതിൻ്റെ ടി ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് വരിക. ടി ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. പക്ഷേ ഇവിടെ 4,0 വന്നാൽ അതിൻ്റെ അടുത്തുള്ള പോയിന്റ് എന്തായാലും ഈ പോയിന്റ് ആയിരിക്കില്ല, ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. സോ ടി ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തൊരു കേസ് ഉണ്ട്, ടി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് 2 എന്നുള്ള കേസ്. ഓക്കെ, സോ ആ കേസും കൂടി നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്യാം. യെസ്, ടി സ്ക്വയർ ഈക്വൽ എ മൈനസ് 2 എന്നുള്ള കേസ് ഇവിടെ വന്നാൽ ടി സ്ക്വയർ മൈനസ് എൻ്റെ വാല്യൂ 2 ആയി വരും. ടി സ്ക്വയർ മൈനസ് എൻ്റെ വാല്യൂ -2 ആയി വരും. സോ റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ പ്ലസ് 4t സ്ക്വയർ. യെസ്, അപ്പോൾ -2 ഹോൾ സ്ക്വയർ പ്ലസ് 4t സ്ക്വയറിൻ്റെ റൂട്ടിൻ്റെ വാല്യൂ 4 ആയിരിക്കണം. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 4 ആണെന്ന്. സോ 4 പ്ലസ് എന്ത് വാല്യൂ ആഡ് ചെയ്താലും നമുക്ക് ഇവിടെ 4 ഇട്ടത് 12 ആയിരിക്കണം. കാരണം 12 പ്ലസ് 4 16 ആവും. 16ൻ്റെ റൂട്ട് 4 ആവും. സോ 4t സ്ക്വയർ ഈക്വൽ ടു 12 എന്ന് വെച്ചാൽ ടീൻ്റെ വാല്യൂ ഈക്വൽ ടു ആക്ച്വലി ടി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, അത് 3 ആണ്. സോ ടി സ്ക്വയർ 3 ആണെങ്കിൽ ഇവിടെ ഈക്വൽ ടു 3 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടും, അത് 5 ആണ്. എൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എ വരാൻ പോകുന്ന ഇവിടെ 5 ആയിരിക്കും. 5,0 എന്ന് ഞാൻ മാർക്ക് ചെയ്യും. എ എന്നുള്ളത് 5,0 ആണെങ്കിൽ നമുക്ക് ഇനി എന്ത് കിട്ടി? ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ സെൻറ്റർ ആക്സിസിൽ വരാൻ പോകുന്നുണ്ട്. അത് 1ലൂടെ പാസ് ചെയ്യും, 5ലൂടെ പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ വരാൻ പോകുന്ന എവിടെ ആയിരിക്കും? 1 + 5/2 അഥവാ 3,0 ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ റേഡിയസ് 2 ആണ്, സെൻറ്റർ 3,0. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇവിടെ നോക്കുക -6x ആണ്. x - 3 ഹോൾ സ്ക്വയർ എന്നിട്ട് എടുക്കുമ്പോൾ നമുക്ക് -6x ആണ് കിട്ടുക. ബാക്കി ഇതിൻ്റെ കേസൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി -6x ഉള്ളതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. വെറുതെ അവിടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോക്കസ് ഓഫ് എ പരാബോള y square equal to 4x + 16 is the center of the circle C of radius 5. Okay. y square equal to 4 into x plus 4 ആണ്, അതായത് x minus -4. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പരാബോള. ഇതാണ് -4,0. അതാണ് അതിൻ്റെ വേർട്ടെക്സ് വരാൻ. സോ ഇതാണ് ഇതിൻ്റെ ഫോക്കസിലാണ് ഇതിൻ്റെ സെൻറ്റർ ഇരിക്കുന്നത്. ഫോക്കസ് അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് -3,0 കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എ വാല്യൂ 1 ആണ്. സോ വെർട്ടെക്സിനോട് ഒരു 1 എന്നുള്ള ഡിസ്റ്റൻസ് മാറിയാൽ, അല്ലെങ്കിൽ എ എന്നുള്ള ഡിസ്റ്റൻസ് മാറിയാൽ അതിൻ്റെ ഫോക്കസ് ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഫോക്കസ്. ഈ ഫോക്കസ് സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ ഉണ്ട്. സോ ആ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. ഓക്കെ, if the value is lambda for which C passes through the point of intersection of the lines 3x minus y equal to 0, x plus lambda y equal to 4. അങ്ങനെയാണെങ്കിൽ lambda 1 lambda 2 ആണ് നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കുക. ഓക്കെ,
സോ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്കൽ ടു റേഡിയസിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ രണ്ട് സോൾവ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന പോയിന്റ് ഉണ്ടായി എക്സിന് വാല്യൂ കിട്ടും, വൈനൊരു വാല്യൂ കിട്ടും, ആ എക്സും വൈയും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലാംഡ 1 ലാംഡ 2 കിട്ടും എന്നാണ് വിചാരിക്കുക. ഓക്കെ, passes through the point of intersection lambda 1 and lambda 2. Okay, so x plus 3, oh sorry, 3x minus y equal to 0 എന്ന് വെച്ചാൽ y equal to 3x ആണ്. y equal 3x പിന്നെ x plus lambda y equal 4. ആ yക്ക് പകരം നമുക്ക് 3x അങ്ങോട്ട് കൊടുക്കാം equal 4 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? ഇവിടെ 1 plus 4/1 plus 3 ലാംഡ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ y വരാൻ പോകുന്നത് ഇൻറ്റു 3 ചെയ്യുക 12/1 plus 3 ലാംഡ. ഇനി ഈ വാല്യൂസ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ക്യാൻസർ കിട്ടാൻ. ഓക്കെ, സോ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ അഥവാ 25. നമ്മൾ പോയിന്റ്സ് ഏതൊക്കെയാണ്? 4/1 plus 3 ലാംഡ, അടുത്ത പോയിന്റ് 12/1 plus 3 ലാംഡ. ഓക്കെ, ഇനി നമുക്ക് നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ 4/1 plus 3 ലാംഡ പ്ലസ് 3. അപ്പോൾ 4/1 plus 3 ലാംഡ പ്ലസ് 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ പ്ലസ് 3 പ്ലസ് 9 ലാംഡ. ഈ സമയത്തിന് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന്, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ വരിക? 12 സ്ക്വയർ ബൈ 1 plus 3 ലാംഡൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു 25. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4ഉം 3യും കൂടി ആഡ് ചെയ്താൽ 7 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എല്ലാ സൈഡിനും നമുക്കങ്ങ് സ്ക്വയർ ചെയ്യാം. സോ ഇവിടെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 49 പ്ലസ് 9 ലാംഡൻ്റെ സ്ക്വയർ 81 ലാംഡ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 81 2 ഇൻറ്റു 9 18 ആണ്. 18 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 126 കിട്ടും. 126 ലാംഡ പ്ലസ് ഇവിടെ 12ൻ്റെ സ്ക്വയർ ആണ്, അത് 144 ആണെന്ന് അറിയാം. ഇവിടെ 25 ഇൻറ്റു 1 plus 3 ലാംഡൻ്റെ സ്ക്വയർ ആണ്. സോ 25 ഇൻറ്റു 1 plus 3 ലാംഡൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, 25 ഇൻറ്റു 1 plus 3 ലാംഡൻ്റെ സ്ക്വയർ. 1 plus 3 ലാംഡൻ്റെ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ 9 ലാംഡ സ്ക്വയർ പ്ലസ് 9 ലാംഡ പ്ലസ് 1 ആയിരിക്കും. അതിന് നമുക്ക് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടുക? 25 ഇൻറ്റു 9 ചെയ്താൽ നമുക്ക് 250 നിന്ന് 25 വെച്ചാൽ 225 ലാംഡ സ്ക്വയർ കിട്ടും. അടുത്ത് 225 ലാംഡ കിട്ടും, അടുത്ത് 25. ഓക്കെ, സോ 225 മൈനസ് 81 ലാംഡ സ്ക്വയർ ചെയ്താൽ 5 മൈനസ് 1 4 കിട്ടും. 22 മൈനസ് 8 ചെയ്താൽ നമുക്ക് 16 കിട്ടും. യെസ് 14 കിട്ടും. 14 പ്ലസ് 2 22 144 ലാംഡ സ്ക്വയർ. ഇനി അടുത്ത് 225 മൈനസ് 126. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 226 ആക്കിയാൽ 100 മൈനസ് 1 99 ലാംഡ കിട്ടും. ഓക്കെ, അടുത്തത് യെസ് ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ 99 അല്ലല്ലോ കിട്ടുക. ഓ, ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് 9 ലാംഡ അല്ല, അത് 6 ലാംഡ ആണ് വരാം. സോ 6 ലാംഡ ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് ഇവിടെ 150 ആണ് കിട്ടുക. 150 ലാംഡ. സോ 150 മൈനസ് 126 ചെയ്താൽ നമുക്ക് 24 ലാംഡ കിട്ടും. പ്ലസ് 49 മൈനസ് 25 ചെയ്താൽ 24 കിട്ടും. 24 പ്ലസ് 144 24 പ്ലസ് 144 ചെയ്താൽ അങ്ങനെ തന്നെ എഴുതാം 144. ഇനി നമുക്ക് ഇക്വേഷൻ മൊത്തത്തിൽ ഒരു 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 12 ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ ഈസ് ഇക്വൽ ടു ഇവിടെ 12 പ്ലസ് 2. ഓക്കെ, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ, ഇതിന് 14ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 ആവും. -7 ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ ലാംഡയുടെ വാല്യൂസ് എന്തായിരിക്കും? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 6 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് 42 കിട്ടും. 42ൻ്റെ 4 ടൈംസ് 168. ഓക്കെ, ഡിവൈഡ് ബൈ 12. സോ ഇത് 169 വരെ. 169ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ 13 ആയിരിക്കും. -1 പ്ലസ് ഓർ മൈനസ് 13 ഡിവൈഡ് ബൈ 12 ആയിരിക്കും.
അപ്പോൾ നമുക്ക് 2 ലാംഡ വാല്യൂസ് കിട്ടും. ലാംഡ 1ന്റെ വാല്യൂ വരാൻ പോകുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലുള്ള വാല്യൂസ് ഓക്കെ ഏതാ വലുതുള്ളത്? ലാംഡ 1 ലെസ് ദാൻ ലാംഡ 2. അപ്പോൾ ലാംഡ 1 എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. -1 -13 എന്ന് വെച്ചാൽ -14 ഡിവൈഡ് ബൈ 12 -7/6 കിട്ടും. ലാംഡ 2 ആണ് വലിയ വാല്യൂ വരിക. സോ അത് 1 ആയിരിക്കും. 13 - 1 12 12/12 1 ആയിരിക്കും. ലാംഡ 1ന്റെ വാല്യൂ കിട്ടി, ലാംഡ 2ന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 12 ലാംഡ 1 പ്ലസ് 29 ലാംഡ 2 എന്താ വരിക? 12 ലാംഡ 1 ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2 × 7 അതായത് -14 കിട്ടും. പ്ലസ് 29 ഇൻറ്റു ലാംഡ 1 ഓക്കെ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് 15 ആയിരിക്കും ആൻസർ കേട്ടോ. ഈ ക്വസ്റ്റൻ ആൻസർ 15 ആണ്. ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ, വലിയ ബുദ്ധിമുട്ടില്ല. എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ കണ്ടുപോയാൽ മതി. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. എന്നാൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. ഓക്കെ ഇഫ് ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള വിത്ത് വേർട്ടെക്സ് v 3/2, 3 ആൻഡ് ദ ഡയറക്ട്രിക്സ് x + 2y = 0. ഇവരുടെ പരാബോളിന്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്താണെന്ന് ചോദിച്ചല്ലോ. ബേസിക്കലി നമുക്ക് പരാബോളിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വേർട്ടെക്സ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പരാബോള വരാൻ ഇതാണ് വേർട്ടെക്സ് വരാൻ പോകുന്നത് 3/2, 3. ഓക്കെ അപ്പൊ ഇത് 3/2, 3 ആണ്. ഇതെന്താണ്? ഇത് x + 2y = 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോക്കസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഫോക്കസും ഡയറക്ട്രിക്സും കിട്ടിയാൽ നമുക്ക് പരാബോള ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഫോക്കസ് എത്രയും നമുക്കറിയില്ല. നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കാം. എന്താ ചെയ്യുക? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കാം. ഓക്കെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? യെസ് x + 2y = 0 എന്നുള്ള ലൈനിന്റെ സ്ലോപ്പ് വരാൻ പോകുന്നത് -1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് 2 ആയിരിക്കും. സോ y = 2x + c ഇതായിരിക്കും പോയിന്റ് വരാം. ഇത് ഓൾറെഡി 3/2, 3 പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 3 = 2 × 3/2 + c ചെയ്താൽ നമുക്ക് cന്റെ വാല്യൂ 0 കിട്ടും. വിച്ച് മീൻസ് y = 2x ആണ് ഈ ലൈന് വരാൻ പോകുന്നത്. സോ ഈ ഒരു പോയിന്റ് ഏതാ വരിക? അത് നമുക്കറിയാം 0 0. കാരണം 0 0 ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും, ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് 0 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കാം. ഫോക്കസ് എന്താ വരിക? ഇവിടെ ഏതൊരു നമ്പർ ഉണ്ട്? x വാല്യൂ + 0/2 ആണ് 3/2 എന്ന് വെച്ചാൽ 3 ആണ്. അടുത്ത വാല്യൂ 6 ആയിരിക്കും. എന്തുകൊണ്ട് 6 കിട്ടിയെന്ന് വെച്ചാൽ 6 + 0/2 ചെയ്താൽ നമുക്ക് 3 കിട്ടാം എന്നുണ്ടെങ്കിൽ 6 ആയിരിക്കണം കൊടുക്കുക. സോ ഫോക്കസ് കിട്ടി, ഡയറക്ട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ വരാൻ പോകുന്നത്? സോ ഇക്വേഷൻ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പരാബോളയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് x, y ആണ്. x, yയിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ x + 2y നിന്നും xyയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ x + 2y ഡിവൈഡ് ബൈ √(1² + 2² എന്ന് വെച്ചാൽ √5. അതിൻ്റെ മോഡുലസ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? √(xy)യും 3, 6 തമ്മിലുള്ള ഡിസ്റ്റൻസ് x - 3² + y - 6². രണ്ട് സൈഡിലങ്ങ് സ്ക്വയർ ചെയ്യാം. എന്നിട്ട് √5 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x + 2y സ്ക്വയർ = 5 ഇൻറ്റു x - 3² എടുത്താൽ നമുക്ക് x² + y² -6x - 12y. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 36 ഉണ്ട്. ഓക്കെ ഇനി ഇവിടെ നമുക്ക് സ്ക്വയർ ചെയ്യാം. x² + 4y² + 4xy = 5x² + 5y² -30x - 60y. ഓക്കെ പ്ലസ് ഇത് 45 വരാം. 45 × 5 ചെയ്താൽ ആക്ച്വലി നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. 45 × 5 ആക്ച്വലി ഇവിടെ തന്നിട്ടുണ്ട് 225 ഒക്കെ. ഇനി 5x² - x² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 = 4x² + 5y² - 4y² ചെയ്താൽ y² കിട്ടും. പിന്നെ -4xy -30x - 60y ഇത് 225 വരും = 0.
സോ ഇനി ഇവിടെ ഈ ഒരു സംഭവം ഇതിലേക്ക് കമ്പയർ ചെയ്താൽ നമുക്ക് കുറേ ആൻസേഴ്സ് കിട്ടും. ആൽഫൻ്റെ വാല്യൂ 4 ആണ്, ബീറ്റൻ്റെ വാല്യൂ 1 ആണ്, ഗാമൻ്റെ വാല്യൂ മൈനസ് ഗാമ വെച്ചാൽ -4 ആണ്, ഗാമൻ്റെ വാല്യൂ 4 ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ചോദിച്ചാൽ 4 + 1 + 4 9 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes, let ABCD be a trapezium whose vertices lie on the parabola. Okay. So ഇതാണ് നമ്മുടെ പരാബോള. ഏരിയ ഓഫ് ദി ട്രപ്പീസിയം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനെ പരാബോള ഉണ്ട്, ABCD എന്നുള്ള യെസ്, ഇതാണ് AD, ഇതാണ് BC. AD BC. ഓക്കെ, ഇതും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, ADയും BCയും എല്ലാം y ആക്സിസിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡയഗണൽ ACന്റെ ലെങ്ത് വരാൻ പോകുന്നത് 25/4 ആണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ഡയഗണൽ നമുക്കങ്ങ് വരക്കാം. ഓക്കെ, വേറെ കളർ യൂസ് ചെയ്യാം. യെസ്, ഈ ഡയഗണലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 1,0 പാസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം y² = 4x എന്ന് വെച്ചാൽ എന്താ സംഭവം വരാൻ പോകുന്നത്? y² = 4x എന്ന് വെച്ചാൽ a = 1 ആണ് എന്ന് വെച്ചാൽ ഈ സാധനം ഫോക്കസ് ആണ് ബേസിക്കലി. എന്ന് വെച്ചാൽ AC എന്ന് വെച്ചാൽ ഒരു ഫോക്കൽ കോഡാണ്. അങ്ങനെ അത് ഫോക്കൽ കോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ AT² 280 എന്ന് വിളിക്കാം. ഫസ്റ്റത്തെ സംഭവം ഇത് T1² 2T1, ഇത് T2² 2T1 ആയി 2T2 ആയിരിക്കും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, T1 × T2 = -1 ആയിരിക്കും. കാരണം ഫോക്കൽ കോഡിന് അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ T2 = -1/T1. ഇനി നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി അങ്ങ് റിപ്ലേസ് ചെയ്യാം. ഇതെന്താ വരിക? 1/T1², -2/T1. എന്തായിരിക്കും? ഇവിടെ T2² 2T2 ആണ് വരേണ്ടിയിരുന്നത്. അതിൽ T2നെ നമ്മൾ ഇത് വെച്ച് റിപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, ഞാൻ ഒന്ന് മാറ്റി വെക്കാം. യെസ്, 2T1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ T1 T2 = -1 ആയി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 25/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. സോ √of T1² - 1/T1² അതിൻ്റെ ഹോൾ² പ്ലസ് 2T1 ഇതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് പ്ലസ് ആണ് വരിക. അപ്പോൾ 2 × T1 പ്ലസ് 1/T2 1/T1 അതിൻ്റെ സ്ക്വയർ. ഇവിടെ 2ൻ്റെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇത് 4 ആയി മാറും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് 25/4 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാര്യം ചെയ്യാം, ഇതിൻ്റെ സ്ക്വയർ ചെയ്യാം, ഇവിടെ സ്ക്വയർ ചെയ്യാം, എന്നിട്ട് ഇവിടെ മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യാം, ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് A² - B² ആണ്. അവിടെ A + B ൻ്റെ A - B ആക്കി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇവിടെ A + B എന്നെടുത്താൽ T1 + 1/T2 ആണ് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു T1 + 1/T2 പുറത്തെടുക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു T1 + 1/T2ൻ്റെ സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും. അത് മൊത്തത്തിൽ അങ്ങ് പുറത്തെടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. √of T1² - T1 - 1/T2 1/T1 2 + 4 എന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും അറിയാം. ഇത് സ്ക്വയർ ചെയ്തുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് 4 ആഡ് ചെയ്യാന്ന് വെച്ചാൽ അത് T1 + 1/T1ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഈ സാധനം എന്ന് വെച്ചാൽ T1 + 1/T1ൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 25/4 ആണ് വരാമോ എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂൻ്റെ ഇതും കൂടി അങ്ങ് സ്ക്വയർ ചെയ്യപ്പെടും നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും T1 + 1/T1ൻ്റെ സ്ക്വയർ ആണ് 25/4 എന്ന് വെച്ചാൽ T1 + 1/T1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 5/4
2 ആയിരിക്കും. അതിന് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ മാത്രം കിട്ടും, കാരണം അതിൻ്റെ വാല്യൂ 2 പോസിറ്റീവ് ആണല്ലോ. സോ എക്സും കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, സോ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. T1 + 1/T2 = 5/2. ഇതിനൊരു കാര്യം ചെയ്യാം, ഒരിക്കലും ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റരുത്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, 2 + 1/2 എന്ന് എഴുതാൻ പറ്റും. T1 + 1/T1 = 2 and 1/2 എന്ന് വെച്ചാൽ T1 = 2 ആയിരിക്കും, T2 = ഓക്കെ 2 വരാം, 1/2 വരാം. ഇപ്പം നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. T1 2 വരാം, 1/2 വരാം. അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇത് T = 1/2 എന്നുള്ള പോയിന്റ് ആണ്, ഇത് T = 2 എന്നുള്ള പോയിന്റ് ആണ്. എന്നാൽ നമുക്ക് ഈ കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് റീഡ്രോ ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. സോ ഈ പോയിന്റ് വരാൻ പോകുന്നത് T = 1/2 ആണ്. സോ T² 2T. T = 1/2 എടുത്താൽ ഇവിടെ 1/4, 2T ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇത് വരാൻ പോകുന്നത് 1/4, -1. അപ്പോൾ ഈ പോയിന്റ് വരാൻ പോകുന്നത് T = 2 എടുക്കാം, 4, 4 എന്ന് കിട്ടും. ഈ പോയിന്റ് 4, -1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ½ × h × a + b. ½ ഇൻറ്റു ഹൈറ്റ് വരാൻ പോകുന്ന ഈ ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസ് എന്താ വരിക, 4 - 1/4. 4 - 1/4 അതാണ് അതിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത്. ഇനി a + b എന്താണെന്ന് വെച്ചാൽ എന്താ വരിക, ഇത് a, ഇത് b. ഓക്കെ, അപ്പോൾ a വരാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അത് 2 ആയിരിക്കും. 1-ൽ നിന്നും -1ലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചാൽ 2 ആയിരിക്കും. 2 പ്ലസ് ഇതെന്തായിരിക്കും, 4-ൽ നിന്നും -4ലേക്ക് ഡിസ്റ്റൻസ് വെച്ചാൽ 8 ആയിരിക്കും. ഓക്കെ, സോ 1/2 ഇൻറ്റു 4 മൈനസ് എന്ന് വെച്ചാൽ എന്താണ്, 15/4 ആയിരിക്കും, ഇൻറ്റു ഇത് 10 ആയിരിക്കും. സോ 2ഉം 10ഉം ഡിവൈഡ് ചെയ്താൽ 5 വരും. ഓക്കെ, ആൻസർ 25 × 75/4 ആയി. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 75/4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Let A and B be 2 points of intersection of the lines y + y = 0 and the mirror image of the parabola with respect to x + y + 4 = 0. ഓക്കെ, ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ. സോ y² = 4x എന്നുള്ള ഒരു പരാബോള ഉണ്ട്. അത് കണ്ടാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ഒരു പരാബോളനെ x + y + 4 = 0 എന്ന് വെച്ചാൽ ഇതാണ് ആ പരാബോള, ഇതാണ് ആ ലൈന്. സോറി, ഈ ലൈന് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ആ ലൈൻ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഇങ്ങനൊരു പരാബോളയാണ് കിട്ടാൻ പോകുന്നത്. യെസ്, ഇങ്ങനെ ഒരു പരാബോളയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പരാബോളയും y + 5 = 0 കൂടി സോൾവ് ചെയ്താൽ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. y + 5 = 0 എന്ന് വെച്ചാൽ ഈ ഒരു ലൈനാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് -5, y = -5. അപ്പോൾ 2 പോയിന്റ്സ് കിട്ടും, എയും ബിയും. ഇത് എ, ഇത് ബി. എല്ലാത്തിനും കൂടി ഒന്ന് മുകളിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എയും ബി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ലൈൻ. ഓക്കെ, ഡി ഡിനോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി. സോ എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വെച്ചാൽ ഇത് ഡി. അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, എ ഡിനോട്ട്സ് ദി ഏരിയ ഓഫ് എസ് എ ബി. എസ് എന്ന് വെച്ചാൽ എന്താ, ഫോക്കസ് ഓഫ് y² = 4x. ഇതാണ് എസ്. എസ് എന്ന് വെച്ചാൽ 1,0. എസ് എ ബി എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എ എന്ന് വെച്ചാൽ. അപ്പോൾ a + d ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി നമുക്ക് ഈ എയും ഈ ബിയും കൂടി കണ്ടുപിടിക്കണം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആണ്, വലിയൊരു ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാൻ. നമുക്കറിയാം
ഇത് 0 ആണ് വരാൻ പോകുന്നത്. ഒറിജിൻ 0 ഇതിനെങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ ഈ പോയിന്റും 0 ആയിരിക്കും. വിച്ച് മീൻസ് ഇത് ഇങ്ങനെ അങ്ങ് വരച്ചാൽ ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇതിന്റെ വെർട്ടെക്സ് ഞാൻ വി എന്നങ്ങ് വിളിക്കാണ്. വിന്റെയും 0,0ന്റെയും മിഡ് പോയിന്റ് വരാൻ പോകുന്നത് -4,4 സോറി x+y=4 എന്നുള്ള ലൈനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഏതാണ്ട് നമുക്കൊരു ഐഡിയ വെച്ച് നോക്കിയാൽ ഇത് സാധാ കറക്റ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇതിന്റെ മിഡ് പോയിന്റ് വരാൻ പോകുന്നൊരു പോയിന്റ് ഇതിലൊരു പോയിന്റ് നോക്കിയാൽ അത് -2,2 ആയിരിക്കും. ആ ലൈനും കൂടി വരക്കാം. യെസ്, ഇത് -2,2 എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും. കാരണം -2,2 എന്നുള്ളത് ഇതിൽ ഒരു ലൈൻ, ഈ ലൈനിലുള്ള ഒരു പോയിന്റ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് വരാൻ പോകുന്നത് നമുക്കറിയാം, അത് -4,4 ആയിരിക്കും. -4,-4. എന്താ റീസൺ എന്ന് വെച്ചാൽ -4 + 0/2 ചെയ്താൽ -2 കിട്ടും, -4 + 0/2 ചെയ്താൽ -2 കിട്ടും. അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഈ പോയിന്റ്. മിറർ റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ മിറർ റിഫ്ലക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ ഈ ലൈന് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഇതിന്റെ എ വരാൻ പോകുന്നത്, ഇതിന്റെ എ എന്ന് വെച്ചാൽ 1 ആണ്, ഇതിന്റെ എയും 1 തന്നെ ആയിരിക്കും. കാരണം നമുക്ക് മിറർ വെച്ചുകൊണ്ട് റിഫ്ലക്ട് ചെയ്യിച്ചാലൊക്കെ അതിന്റെ പൊസിഷനേ മാറുള്ളൂ, അതിന്റെ ഷേപ്പ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പൊസിഷനും ഓറിയന്റേഷൻ ഒക്കെ മാറി വരും, ഷേപ്പ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതിന്റെ എയും 1 തന്നെ ആയിരിക്കും. സോ ഈ സംഭവം x² -4ay എന്നുള്ള ടൈപ്പ് ഒരു പരാബോളയാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ -4ഉം +4ഉം കൊടുത്താൽ ഇതിന്റെ പരാബോളിന്റെ ഷേപ്പ് എങ്ങനെയാവും? x+4² = 4 × y+4. 4ന്റെ a ഉണ്ട്, aന്റെ വാല്യൂ 1 ആണ്. ഇതാണ് നമ്മുടെ പരാബോള. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്താൽ മതി? എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ y = -5 എന്നുള്ള ലൈൻ അങ്ങ് സോൾവ് ചെയ്താൽ മതി. y = -5 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x+4 = y+5 = 0. ഓക്കെ ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. നേരെ സ്ക്വയർ x² + 8x + 16 എന്താ വരാൻ പോകുന്നത്? 4 × -5 കൊടുത്താൽ ഇവിടെ -1 വരും. സോ ഇത് മൈനസ് ആവും. x² + 8x + 20 = 0. ഇവിടെ വേറെ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. ഇവിടെ മൈനസ് ആണല്ലേ, അത് ഞാൻ വിട്ടുപോയി. ഇവിടെ മൈനസ് ആണ് വരാൻ പോകുന്നത്. സോ ഓക്കെ, അവിടെ മൈനസ് വന്നാൽ x+4² = -4 × y -5 കൊടുത്താൽ ഇത് -1 ആവും. -1 × -4 4 ആയി. സോ x+4 = ±2 വരും. അങ്ങനെയാണെങ്കിൽ x = -4 ± 2, അതായത് എക്സിന്റെ വാല്യൂ എന്താ വരാം? -6 വരാം, അല്ലെങ്കിൽ -2 വരാം. ഓക്കെ, സോ എ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് -6 ആണ്, -6, -5. ഈ ബി എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് -2, -5 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം -6ഉം -2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയും 4 ആണ്. ഇനി a = ഈ ഡിസ്റ്റൻസ് d ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. a എന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അങ്ങ് ചെയ്താൽ മതി. സോ ബേസ് വരാൻ പോകുന്നത് ഇത് ഹാഫ്, ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്. ഹൈറ്റ് വരാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കും. സോ ഇതെന്താ വരിക? ഇത് 10 വരും. സോ 10ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ 14 ആയിരിക്കും a+d-ന്റെ വാല്യൂ. 14 ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്യിച്ചാൽ ഇങ്ങനെ ആയിരിക്കും വരിക. -4, -4 ആണെന്നൊക്കെ മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. യെസ്, 2 parabolas have the same focus and the directrix are x and y axis. Okay, if these parabolas intersected a and b, ab ന്റെ സ്ക്വയർ എന്താണ്? ab എന്നുള്ള ഡിസ്റ്റൻസിന്റെ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്തിന്റെ സ്ക്വയർ എന്താണ്?
ഓക്കെ, 4,3 ആണ്. യെസ്, ഇത് 4, ഇത് 3. ഇതാണ് 4,3 എന്നുള്ള പോയിന്റ്. ഇതിനെ ഫോക്കസ് ആക്കി വെച്ചുകൊണ്ട് രണ്ട് പരാബോളാസ് ഉണ്ട്. ഇങ്ങനെ ഒരു പരാബോള, ഓക്കെ, യെസ്, ഇങ്ങനെ ഒരു പരാബോള ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരാബോള ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റിൽ കൂട്ടിമുട്ടുന്നത് ഒന്ന് എ, ഒന്ന് ബി. യെസ്, ഓക്കെ. സോ ഇത് ഒരു പരാബോളന്റെ വെർട്ടെക്സ്, ഇത് വേറെ പരാബോളന്റെ വെർട്ടെക്സ്. സോ ഈ പോയിന്റ് വരാൻ പോകുന്നത് ഇത് 4,3 ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ വെർട്ടെക്സ് അത് വരാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പരാബോളന്റെ വെർട്ടെക്സ് വരാൻ പോകുന്നത് എന്തായിരിക്കും? 4 + 0/2 2,3 ആയിരിക്കും. അതുപോലെ ഈ പോയിന്റ് ഫോക്കസ് ഈ മേലെ ഇരിക്കുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള പരാബോളന്റെ വെർട്ടെക്സ് വരാൻ പോകുന്നത് എന്തായിരിക്കും? 4,3/2 ആയിരിക്കും. കാരണം എന്താ സംഭവം? നമുക്ക് നേരെ മിഡ് പോയിന്റ് എടുത്താൽ മതി. ഈ ലൈൻ എന്ന് വെച്ചാൽ x = 0 ആയിരിക്കും, ഈ ലൈൻ എന്ന് വെച്ചാൽ x = 4 ആയിരിക്കും. അതിന് നേരെ ബൈ 2 എടുത്താൽ x = 2 കിട്ടും. y എല്ലാത്തിനും സെയിം ആണ്. ഇവിടെ ഞാൻ അതേ പരിപാടിയാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പരാബോളന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ഇതിന്റെ a വാല്യൂ ആദ്യം നമുക്ക് കിട്ടണം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പരാബോളന്റെ a വാല്യൂ എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 2 ആണ്. ഓക്കെ, സോ ഇക്വേഷൻ എന്ത് വരും? y - 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 × 2 × അതായത് 8 × x - 2. ഇതാണ് ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന പരാബോളന്റെ ഇക്വേഷൻ. അതിൽ വെർട്ടെക്സ് 2,3 ആണ്, അതാണ് ഈ 2,3. എന്റെ വാല്യൂ 2 ആണ്, കാരണം ഈ ഡിസ്റ്റൻസ് 2 ആണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ ആയിരിക്കുന്ന പരാബോളന്റെ ഇക്വേഷൻ എഴുതാം. അത് x² = 4ay എന്നുള്ള രീതിയിലാണ് വരിക. അതിന്റെ മിഡ് പോയിന്റ് വെർട്ടെക്സ് വരാൻ പോകുന്നത് 4,3 ആണ്. സോ x - 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു y - 3/2. ഇതിന്റെ a വാല്യൂ എത്ര വരും? ഈ ഡിസ്റ്റൻസ് എത്ര വരിക? 3/2 ആയിരിക്കും. സോ 4 × 3/2 ചെയ്താൽ നമുക്ക് 6 ആണ് കേട്ടോ. 6 × y - 3/2. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള പരാബോള. ഞാൻ ഇതൊന്ന് മാറ്റി പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഇതിനെ നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യിക്കാം. സോ y² ഈസ് ഈക്വൽ ടു y² - 6y + 9 ഈസ് ഈക്വൽ ടു 8x - 16 എന്ന് വരും. അതായത് y² - 6y - 8x + 25 = 0. ഓക്കെ, ഇനി ഇതിനും കൂടി എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഇതിനും കൂടി എക്സ്പാൻഡ് ചെയ്താൽ x² - 8x + 16 ഈസ് ഈക്വൽ ടു 6y - ഇതെന്ത് വരും? 9 എന്ന് വരും. അതായത് x² - 6y - 8x + 25 = 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. നമുക്ക് 1 - 2 എടുത്താൽ നമുക്ക് ഒരു കാര്യം കിട്ടും, y² - x² = 0 എന്ന്. ബാക്കിയുള്ള എല്ലാ ടേംസും കട്ടായി പോകും. ഈ y² - x² മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ ടേമുകളെല്ലാം കട്ടായി പോകും. ഓക്കെ, y² - x² = 0 എന്ന് വെച്ചാൽ അവിടെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് x + y = 0, അല്ലെങ്കിൽ x - y = 0. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ x + y = 0 എന്ന് വെച്ചാൽ ആ ലൈന് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ലൈനാണ്. ഈ ലൈനാണെങ്കിൽ ഇവിടെ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അടുത്ത ലൈൻ വരാൻ പോകുന്ന x - y = 0 എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ലൈൻ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ലൈനാണ്. ഇത് ഞാൻ കുറച്ചൊന്ന് മാറ്റി വരച്ചതാണ്, കാരണം എല്ലാത്തിലും കൂടി ഇന്റർസെക്ട് ചെയ്ത് പോകാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ വരച്ചതാണ്. എയിലൂടെയും ബിയിലൂടെയും ഇത് കടന്നു പോയിരിക്കും. ഇങ്ങനെ ഒരു ലൈനാണ് y = x. സോ എക്കും ബിക്കും x കോർഡിനേറ്റും y കോർഡിനേറ്റും ഈക്വൽ ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇതിന് x കോർഡിനേറ്റ് y കോർഡിനേറ്റ് അങ്ങ് ഈക്വൽ ആക്കി കൊടുക്കാം. ഫസ്റ്റ് ഈ ഒരു സംഭവത്തിൽ x = y എന്ന് കൊടുക്കാം. y² - 6y - 8x + 25 = 0.
അതിൽ എക്സ് ഈക്വൽ ടു വൈ അങ്ങ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ മൈനസ് ഇത് വൈ ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് എന്താ ഇത് 14y. 14y പ്ലസ് 25 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്താ വരിക? രണ്ട് നമ്പേഴ്സ് ഇത് സോൾവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. സോ 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 196 മൈനസ് 4 into 25 ചെയ്താൽ 100 കിട്ടും, ഡിവൈഡഡ് ബൈ 2. അതായത് ഇവിടെ 7 കിട്ടും. ഇത് 96 ആയിട്ട്. 96 എന്ന് വെച്ചാൽ 24 into 4 ആണ്. ആ 4 പുറത്തേക്ക് പോയാൽ 2 കട്ടായും. ബേസിക്കലി റൂട്ട് 24 ആയിരിക്കും. സോ നമുക്ക് പോയിന്റ്സ് കിട്ടി. എന്നുവെച്ചാൽ ഒരു വാല്യൂ വരാൻ പോകുന്നത് 7 പ്ലസ് റൂട്ട് 25 ആണ്. എന്നുവെച്ചാൽ അതിൻ്റെ എക്സും സെയിം ആയിരിക്കും. സോ ബി എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. അതെന്താണ്? 7 പ്ലസ് റൂട്ട് 24, 7 പ്ലസ് റൂട്ട് 24. എ എന്നുള്ള പോയിന്റും കിട്ടി. 7 മൈനസ് റൂട്ട് 24, 7 മൈനസ് റൂട്ട് 24. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ബി എന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ ബി എന്തായിരിക്കും? എ ബി ഇസ് റൂട്ട് ഓഫ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 2 ഇൻറ്റു റൂട്ട് 24 കിട്ടും. 2 ഇൻറ്റു റൂട്ട് 24ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 24ൻ്റെ സ്ക്വയർ. എ ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി സ്ക്വയർ ഇക്വൽ ടു 2 ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് ദിസ് വാല്യൂ ഇക്വൽ ടു 2 ഇൻറ്റു ആ വാല്യൂ. 2 ഇൻറ്റു ആ വാല്യൂ എന്താ? 4 ഇൻറ്റു 24. സോ ബേസിക്കലി 24 ഇൻറ്റു 8 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 8 ഇൻറ്റു ഇത് 2 കിട്ടും, 3 കിട്ടും, 192 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ പിന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതിൽ ഈ സംഭവം എല്ലാം എന്നുള്ളത് നമുക്ക് കത്തണം. കാരണം ഈ ലൈൻ ഇങ്ങനെയാണ് വരിക, ആ ലൈനും ഈ പാരാബോളസ് തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് 2 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നു നമുക്കറിയാം. ആ ഒരു സംഭവം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതും കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ 192 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, സോ പാരാബോള എന്നുള്ള ചാപ്റ്ററിന് ഈ ജെയിമിൻസിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 29th January ഷിഫ്റ്റ്. Y square equal to 12x be a parabola and S be its focus. Okay. So ഒരു പരാബോള ഉണ്ട്, y square equal to 12x. S എന്ന് വെച്ചാൽ അതിൻ്റെ ഫോക്കസ് ആണ്. 3,0 എന്നുള്ള പോയിന്റ് ഉണ്ട്, അതാണ് S വരാൻ പോകുന്നത്. ഓക്കെ, കാര്യം ചെയ്യാൻ S എന്ന് മാത്രം എഴുതാം. എസിൻ്റെ വാല്യൂസ് 3,0. ഇനി പി ക്യു ബി എ ഫോക്കൽ കോഡ് ഓഫ് ദി പരാബോള സച്ച് ദാറ്റ് എസ് പി ഈക്വൽ ടു എസ് പി ഇൻറ്റു എസ് ക്യു ഈക്വൽ ടു ദിസ് വാല്യൂ. സോ ഇങ്ങനെ ഒരു ഫോക്കൽ കോഡ് ഉണ്ട്. ഫോക്കൽ കോഡ് എന്ന് വെച്ചാൽ ഫോക്കസിലൂടെ പോകുന്നൊരു കോഡ്. എസ് പി ഇൻറ്റു എസ് ക്യു ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? സി വി ദ സർക്കിൾ ഡിസ്ക്രൈബിങ് പി ക്യു ആസ് ഡയമീറ്റർ. പി ക്യു ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷനിൽ ഇതാണെങ്കിൽ ബീറ്റയും ആൽഫയും കണ്ടുപിടിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് പിയും ക്യൂയും കണ്ടുപിടിക്കണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത് 80² 280 എന്നുള്ള സംഭവം അപ്ലൈ ചെയ്താൽ നമുക്ക് 3t² 60. കാരണം എൻ്റെ വാല്യൂ 3 ആണ്. 3t² 60 നമുക്കറിയാം അതൊരു ഫോക്കൽ കോഡാണ്. സോ t1 ഇൻറ്റു t2 ഈക്വൽ ടു -1. അതായത് ഒരു പോയിന്റ് 3t² 3t1² 61. അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് 3/t1² പിന്നെ -6/t1. ഓക്കെ, ഇതാണ് പി എന്നുള്ള പോയിന്റ്, ഇതാണ് ക്യൂ എന്നുള്ള പോയിന്റ്. സോ എസ് പി ഇൻറ്റു എസ് ക്യൂ ഈക്വൽ ടു ദിസ് വാല്യൂ. ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാം. സോ എസ് പി ഇൻറ്റു എസ് ക്യൂ ഈക്വൽ ടു 147/4 എന്ന് വെച്ചാൽ എസ് പി വരാൻ പോകുന്ന റൂട്ട് ഓഫ് 3t1² - 3 എന്ന് വെച്ചാൽ 3 ഒന്ന് കോമൺ എടുക്കാം. t1² - 1. ഇതിൻ്റെ സ്ക്വയർ ഉണ്ടായിരിക്കും, ഇതിൻ്റെ സ്ക്വയർ ഉണ്ടായിരിക്കും. അടുത്തത് പ്ലസ് 60 - 0ൻ്റെ സ്ക്വയർ, അതായത് 36 ഓർ 6ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു t1² ഇൻറ്റു അടുത്ത് എന്താ വരാൻ പോകുന്നത്? ഇവിടെ അതേമാതിരി സംഭവം ഉണ്ടായിരിക്കും. സോ 3t1² ഇൻറ്റു
3 square into 1 by t1 square minus 1 അതിൻ്റെ സ്ക്വയർ പ്ലസ് 6 square into 1 by t1 square. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാര്യം ചെയ്യാം, മൊത്തത്തിലൊരു 3 അങ്ങ് കോമൺ എടുക്കാം. സോ 147 ഡിവൈഡ് ബൈ 4 ഇസ് ഇക്വൽ ടു ഇവിടുന്ന് 3 അങ്ങ് കോമൺ എടുത്തു. അപ്പോൾ എന്താ വരാൻ പോകുന്നത്, ഇവിടെ t1 സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 6 സ്ക്വയർ ആണുള്ളത്. 6ൽ നിന്നും 3 പോയാൽ അവിടെ 2 ഉണ്ടാവുക, 2ൻ്റെ സ്ക്വയർ അവിടെ ബാക്കി ഉണ്ടാവുക, അത് 4 ആയിരിക്കും. 4t1 സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്താ വരിക, 1/3ൻ്റെ സ്ക്വയർ മൊത്തം പോയാൽ 1/t1 സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 4/t1 സ്ക്വയർ. യെസ്, ഇനി ഇതെന്താ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താ സംഭവം, t1 സ്ക്വയർ മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ എടുത്ത് പറഞ്ഞതിനോട് 4t1 സ്ക്വയർ ആഡ് ചെയ്യാന്ന് വെച്ചാൽ അത് t1 സ്ക്വയർ പ്ലസ് 1ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ അത് നമുക്ക് ഇവിടെ. സോ 147/4 ഇസ് ഇക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് ഈ ടേം എന്ന് വെച്ചാൽ t1 സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ, t1 സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അടുത്ത ടേം വരാൻ പോകുന്നത് ഇതേ പരിപാടി തന്നെയാണ്. അതെന്താണ്, 1/t1 സ്ക്വയർ പ്ലസ് 1 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് 3 ഇങ്ങോട്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ 14 ഡിവൈഡ് ബൈ 147 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, എന്തായാലും എന്തോ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 4 ബാക്കി 27ൽ 9, 49/4 ഇസിക്കൽ ടു എന്താ വരാൻ പോകുന്നത്, ഇവിടെ റൂട്ട് അങ്ങ് എടുത്ത് ഒഴിവാക്കിയാൽ t1 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 1/t1 സ്ക്വയർ പ്ലസ് 1. ഓക്കെ, സോ ഇതെന്താ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴെ t1 സ്ക്വയർ കിട്ടും, ഇത് 1 പ്ലസ് t1ൻ്റെ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ഇത് 1 പ്ലസ് t1ൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും ഇൻറ്റു 1 പ്ലസ് t1ൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. മൊത്തത്തിൽ റൂട്ട് എടുത്താൽ നമുക്ക് 7/2 ഇസിക്കൽ ടു എന്താ വരാൻ പോകുന്നത്, 1 പ്ലസ് t1 സ്ക്വയർ ഡിവൈഡഡ് ബൈ t1, അതായത് t1 പ്ലസ് 1/t1. സോ 7/2നെ നമുക്ക് t1 പ്ലസ് 1/t1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുമോ? 3/4 പ്ലസ് പെട്ടെന്ന് അങ്ങനെ കത്തുന്നില്ല. ഓക്കെ, നമുക്ക് സാധാരണ ചെയ്യാം. സോ ഇത് t സ്ക്വയർ പ്ലസ് t1 സ്ക്വയർ മൈനസ് 7/2 t1 പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, 7/2 കഴിഞ്ഞാൽ 3.5 ഈസ് ഈക്വൽ ടു ഓക്കെ, സോ t1 ഈസ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്, 7/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ ഇവിടെ വരാം, 49/4 മൈനസ് 4 ഡിവൈഡ് ബൈ 2. സോ ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്താണ് ചെറിയ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ 3 കോമൺ എടുത്തു, പക്ഷേ ഇവിടുന്ന് ഒരു 3 കോമൺ എടുത്തു, ഇവിടുന്ന് ഒരു 3 കോമൺ എടുക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇവിടെ ഇവിടെ 3 സ്ക്വയർ കോമൺ എടുക്കുന്നുണ്ട്, ഇവിടുന്ന് 3 സ്ക്വയർ കോമൺ എടുക്കുന്നുണ്ട്. സോ ഇവിടെ ആൻസറിൽ ഇവിടെ 3 സ്ക്വയർ ആണ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ 3 സ്ക്വയർ വരിക, ഇവിടെ ഇൻറ്റു 3 ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ 3√3 ഉണ്ടായിരിക്കും, ഇവിടെയും √3. ഓക്കെ, ഇനി നമുക്ക് ആൻസർ നോക്കാം. 7√3 ഡിവൈഡ് ബൈ ഒന്ന് കുറച്ചും കൂടി നന്നായിട്ട് എഴുതാം, 7/2√3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ 49 ഡിവൈഡ് ബൈ 4 × 3 ഇവിടെ 12 വരും, മൈനസ് 4 ഡിവൈഡഡ് ബൈ 2. സോ ഇസിക്കൽ ടു 7/2√3 പ്ലസ് ഓർ മൈനസ് ഇതിവിടെ ഇത് 48 വരും, 49 മൈനസ് 40 ചെയ്താൽ 1 ആണ്. സോ ബേസിക്കലി ഇത് 1/2√3 ഡിവൈഡഡ് ബൈ 2. സോ t1ൻ്റെ വാല്യൂസ് നമുക്ക് 2 വാല്യൂസ് വരും. ഒന്ന് പ്ലസ് ചെയ്താൽ 8/2√3/2 8/4√3 നമുക്ക് 2/√3 എന്ന് കിട്ടും. ഓർ അടുത്ത വാല്യൂ എന്താ, 6/2√3, അപ്പം 6/2 3 ആണ്, 3/√3 √3/2 എന്ന് കിട്ടും. ഇങ്ങനെ 2 വാല്യൂസ് കിട്ടും. സോ എന്താണ് ഈ 2 വാല്യൂസ് എന്ന് വെച്ചാൽ, ഒരു വാല്യൂ ഇത്, മറ്റേ വാല്യൂ ഇതാണ്.
ഓക്കെ, യെസ്. സോ ടി ഈക്വൽ ടു ഇതിൽ വലിയ വാല്യൂ ഏതാ? 2/√3 ആണ് വലിയ വാല്യൂ. വലിയ വാല്യൂ എടുത്താൽ നമുക്ക് ക്യൂ കിട്ടും, ചെറിയ വാല്യൂ എടുത്താൽ പി കിട്ടും. ഓക്കെ, എന്നാലും നമുക്ക് പിയും ക്യൂവും കണ്ടുപിടിക്കാം. സോ പി ഈസ് ഈക്വൽ ടു എന്താ വന്നിരുന്നത്? 3t² 60. 3t1² 60. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? 3 × t1². എന്താ വരാ? ടി എന്തായിരുന്നു? 2/√3. അപ്പോൾ 4/3. യെസ്, 4/3. ഇത് 4 വരും. 6 × 2/√3. അപ്പം 6/√3 ചെയ്താൽ ഇത് 4 വരും. 4√3 ആണ് ആൻസർ. ഓക്കെ, ഇതാണ് പി എന്നുള്ള പോയിന്റ്. ഇനി നമുക്ക് ക്യൂ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാം. ക്യൂ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് ഇതിന് √3/2 അങ്ങ് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ മൈനസും കൂടി കൊടുക്കുക എന്നേ ഉള്ളൂ. 3t² 60 തന്നെ, പക്ഷേ ഇതിന് ഇത് കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഫോർമുല യൂസ് ചെയ്താൽ പോരെ. അത് യൂസ് ചെയ്താലും സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, നേരെ 3t² -60 എന്ന് കൊടുത്താൽ ഈക്വൽ ടു എന്തായിരിക്കും? ഈ വാല്യൂ എടുത്താൽ 3/4 ആയിരിക്കും. 3 × 3/4 ചെയ്താൽ നമുക്ക് 9/4 കിട്ടും. അടുത്ത -60. സോ ഇത് ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് 3 കിട്ടും. മൈനസ് ആയിരിക്കും, -3/√3. ഓക്കെ, ഇതേ പോയിന്റ്സ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഒരു ഫോക്കൽ കോഡിൻ്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ്സും എൻ പോയിന്റ്സ് ആയിട്ട് വരുന്ന, എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം x1 y1 x2 y2 ഇവർ എൻ പോയിന്റ്സ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്ന x - x1 × x - x2 പ്ലസ് y - y1 × y - y2 ഈക്വൽ ടു 0. ഇതാണ് ആ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇതേ പരിപാടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ x - 4 × x - 9/4 പ്ലസ് y - 4√3 × y + 3√3 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ വരിക. സോ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ x² -9/4ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ 25/4 കിട്ടും. 25/4 × x, അടുത്ത് +9 + y², രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് -√3 ആണ് കിട്ടാൻ പോകുന്നത്. √3 × y മൾട്ടിപ്ലൈ ചെയ്താൽ -12 × 3 36 വരും ഈക്വൽ ടു 0. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ എല്ലാം 64 ആണ് ഉള്ളത്. ഓക്കെ, സോ മൊത്തത്തിൽ 64 കൊണ്ടൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 64x² + 64y². ഇതിനെ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25 × 16. 25 × 16 എത്രയാണ്? 400 ആയിരിക്കും. -400x. ഇനി അടുത്തത് ഇതിനെ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -64√3 × y. അടുത്തത് 9 - 36 ചെയ്താൽ നമുക്ക് -27 കിട്ടുക. -27 × 64. ഇതായിരിക്കും സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? ബീറ്റ എന്ന് വെച്ചാൽ അതിൻ്റെ കോൺസ്റ്റന്റ് ടേമാണ്. ഇത് ഇങ്ങോട്ട് വന്നാൽ ബീറ്റ ഈക്വൽ ടു 27 × 64. അടുത്ത ടേം എന്താ? അടുത്ത ആൽഫയാണ്. ആൽഫ എന്ന് വെച്ചാൽ എക്സിൻ്റെ കോർഡിനേറ്റ് ആണ്. -6 എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതാണ് ആൽഫ. ആൽഫ ഈക്വൽ ടു 400 കിട്ടി. അപ്പോൾ നമുക്ക് ബീറ്റയും കൂടി നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. സോ 64 × 27 ചെയ്താൽ നമുക്ക് 7ഉം ഇതും 8 2 42 44 എന്ന് വരും. ഓക്കെ, സോ ഇത് 8 ഇത് 12 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 8 2 1 7 1 1728 എന്നുള്ള വാല്യൂ കിട്ടും. ഇതാണ് ബീറ്റൻ്റെ വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബീറ്റ മൈനസ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതിൽ നിന്നും 400 ആണ്. ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 1748 നിന്നും 400 മൈനസ് ചെയ്താൽ നമുക്ക് 1348 കിട്ടും. അതാണ് റൈറ്റ് ആൻസർ. ബീറ്റ മൈനസ് ആൽഫ ഈക്വൽ ടു 1348. സോ ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ലെങ്തി ആണെന്ന് മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞിരിക്കണം. ഫോക്കൽ കോഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഇതിൽ നിന്നും ഉള്ള ഒരു ഇതിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ട് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നും അറിഞ്ഞിരിക്കണം. അത് വലിയൊരു ചേഞ്ചാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതങ്ങ് സാധാരണ സോൾവ് ചെയ്ത് പോയാൽ മതി. പിയും ക്യൂവും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം.
അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് പരാബോള എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീരാൻ പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത എലിപ്സ് ഓർ ഹൈപ്പർബോളയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.